ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ തോന്നുന്ന നല്ലൊരു വിഭവമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് വീഡിയോയിനകത്ത് പോയിട്ട് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല തിളയ്ക്കണ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ ഇടിയപ്പത്തിന് എടുക്കുന്ന പൊടി തന്നെയാണ്, അതേപോലെ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പാകത്തിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് പോകാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ചൂട് മൊത്തം പോവണ്ട, ചെറിയൊരു ചൂടിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയ ചെറിയ ബോൾസ് നമുക്ക് എടുക്കാം. വളരെ ചെറുത് മതി, ഇത്രയും പാകത്തിനുള്ള ഒരു ബോൾ എടുക്കാം. ഇനി നമുക്കിതിനൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. പൊടിയോ എണ്ണയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ ഇങ്ങനെ റോൾ ചെയ്താൽ മതി. ഒരുപാട് തിന്നാക്കാൻ ചെയ്യരുത്, അതുപോലെ ഒരുപാട് കട്ടിയും വേണ്ട. ഇതേപോലെ ഒന്ന് പതുക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യത്തേത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വേഗം തന്നെ പരിപാടി കഴിയും കേട്ടോ, എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഒരു ആവിപാത്രം എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പ് എടുത്താലും മതി. അത് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ള സംഭവം എല്ലാം കൂടെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിനി ഇത് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി, അത്രേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ചൂടാറുന്ന സമയത്ത് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടോടെ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിനുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 3 ഏലക്ക ഞാനൊന്ന് കുത്തിയിടുന്നുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം വേണ്ടുള്ളൂ, കാരണം അരിപ്പൊടി വെച്ചിട്ടുള്ള സംഭവം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ ഒന്ന് തിക്കായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നെയ്യിൽ കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ഫ്രൈ ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണവും രുചിയും ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കുക. അപ്പോൾ ഇപ്പോൾ പാലൊന്ന് വറ്റി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നല്ല മണവും നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് ചൂടോടെ വേണമെങ്കിലും നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി അങ്ങ് തിക്കാവും. അപ്പോൾ ഒത്തിരി അങ്ങ് തിക്കാക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഞാനിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.